അപ്പോൾ ഗൈസ് ഇതാണ് ഇന്നത്തെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പവും പിന്നെ കിഴങ്ങേറിയും ഒരു മുട്ട പുഴുങ്ങിയതും കഴിക്കാം. ഒരു പീസ് അപ്പവും അതുപോലെ ഇന്ന് നമ്മുടെ എക്സാം തുടങ്ങുവാണ് കേട്ടോ. ഇന്ന് ആദ്യത്തെ എക്സാം, ആനുവൽ എക്സാം അല്ലേ, അപ്പോൾ അതൊന്ന് തുടങ്ങുക. ഇന്ന് രാവിലെ തൊട്ടിട്ട് വരെ ഉണ്ട് ക്ലാസ്സല്ല എക്സാം. അതുപോലെ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ, February 24th. അപ്പോൾ ഇതിനിപ്പോൾ ഞാൻ ഫിനിഷ് ആക്കിയിട്ട് വരാം. അപ്പോൾ ഗൈസ് ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നത് വൈകിട്ടാണ് കേട്ടോ, സ്കൂൾ വിട്ട് വരുന്ന സമയത്തായിരുന്നു. അപ്പം ഇന്ന് ബർത്ത്ഡേ ആയിരുന്നല്ലോ, അതുകൊണ്ട് ഇച്ചുമോടെ വക സർപ്രൈസ് ആയിരുന്നു കേട്ടോ, ഇത്താടെ വകയുള്ള സർപ്രൈസ് ആയിരുന്നു. ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു കേട്ടോ ഇങ്ങനെ കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നും വരുന്നത് പോലെ തന്നെ ഞാൻ വൈകിട്ട് വന്നപ്പോഴത്തേനും ഉമ്മ ടൗണിൽ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഫ്രണ്ട്സിനും അറിയായിരുന്നു, ഉമ്മാക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഉമ്മായും അന്നായിരുന്നു അറിഞ്ഞത്. ഉമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാനും അറിയും, അതുകൊണ്ട് ഉമ്മാക്കും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സിന് അറിയായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ എന്നെ അവിടെ എത്തിക്കണമല്ലോ. അങ്ങനെ അവരും എന്നോട് പറഞ്ഞില്ലായിരുന്നു ഇങ്ങനെ സർപ്രൈസ് ഉണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ അവരിതങ്ങ് പോവുമല്ലോ. അപ്പം ഇതിലൊരാളുടെ ബർത്ത്ഡേ ഇന്നാണ് കേട്ടോ, അതിലൊരാളുടെ ബർത്ത്ഡേ ഇന്നായിരുന്നു. അപ്പം നമ്മുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ ഒരേ ദിവസമായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും എനിക്ക് സർപ്രൈസ് നല്ല ഇഷ്ടപ്പെട്ടു. ഗീസിന് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാതെ കിട്ടിയ സർപ്രൈസ് ആയിരുന്നു. കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഇച്ചിമോൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം രാത്രി 12 മണിക്കൊക്കെ ആയിരുന്നു സർപ്രൈസ് ചെയ്തത്, ഇങ്ങനെ കേക്കൊക്കെ തന്നിട്ട്. അപ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു സർപ്രൈസ്. ഇന്ന് ബർത്ത്ഡേ ഇന്ന് എക്സാം ആയിക്കൊണ്ടെന്ന് തന്നെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇങ്ങനെ കിട്ടുമെന്ന്. കാരണം ഇച്ചുമോൾ ഇവിടെ ഇല്ലല്ലോ. അപ്പം പിന്നെ അതിൻ്റെ അകത്ത് ഹാപ്പി ബർത്ത്ഡേ വായ്മോളെ എന്നൊക്കെ ആയിരുന്നു കേട്ടോ എഴുതിയിട്ട്. പിന്നെ നമ്മൾ അവിടുത്തെ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോയിട്ടോ. പിന്നെ അവിടുന്ന് ഷാർജി സാൻഡ്വിച്ചൊക്കെ ഉമ്മിയുടെ വക എനിക്ക് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തില്ലായിരുന്നു. എല്ലാ വീട്ടിൽ വന്ന് നേരെ പോയി ഫ്രഷൊക്കെ ആയിട്ട് വന്നിട്ട് ചോറ് കഴിച്ചു വിട്ടു. എന്നിട്ട് ചോറും പിന്നെ നല്ല മുളകരച്ച മീൻ കറിയും പിന്നെ മീൻ വറുത്തതും പിന്നെ ക്യാബേജ് തോരനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയായിരുന്നു ഉച്ചക്കത്തെ ഫുഡ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉച്ചക്കത്തെ അല്ല ഈ വൈകിട്ടത്തെ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല മുളകരച്ച മീൻ കറിയും പിന്നെ തോരനും കൂടി ഇച്ചിരിയിട്ട് കുഴച്ച് ഒരു പീസ് കറി വെച്ച് മീനും പൊരിച്ച് മീനൊക്കെ കൂട്ടി ഒരു വാക്ക് കഴിക്കണം. രക്ഷയില്ലായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതായിരുന്നു വൈകിട്ട്. എളുപ്പമായിരുന്നോ? നല്ല എളുപ്പമായിരുന്നു. എന്ത് മലയാളം അല്ലായിരുന്നു? 2 എക്സാം ഉണ്ടായിരുന്നു കേസിന്, മലയാളം ഇംഗ്ലീഷും. ഇന്ന് താത്തി തന്നെ സർപ്രൈസ് എങ്ങനെ ഉണ്ടായിരുന്നു? സർപ്രൈസിനെ പറ്റി നമുക്ക് 2 വാക്ക് പറയാം. ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു കേട്ടോ ആ ഒരു സർപ്രൈസും. കാരണം ഇച്ചുമോൾ ഇവിടെ ഇല്ലല്ലോ, ഇത്തവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു ആ സർപ്രൈസ്. ഞാൻ വൈകിട്ട് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അവർക്കറിയായിരുന്നു സർപ്രൈസിൻ്റെ കാര്യമല്ലേ. ഫ്രണ്ട്സിൻ്റെ അടുത്ത് വന്നവരെ വിളിച്ച് പറഞ്ഞായിരുന്നു. ഉമ്മച്ചിക്കും അറിയത്തില്ലായിരുന്നു കേസ്. ഉമ്മച്ചി ഇന്ന് വൈകിട്ടാണ് കേട്ടോ അറിയുന്നത്. ഉമ്മച്ചിക്ക് അറിയാമായിരുന്നെങ്കിൽ എങ്ങനെയല്ല കൂറ്റിയെടുത്താലും. അങ്ങനെ ഞാൻ സ്കൂൾ വിട്ട് വന്നപ്പോഴത്തേനും ഉമ്മ ടൗണിൽ നിൽക്കുന്നു. അങ്ങനെ ഞാൻ ചോദിച്ചു എവിടെ പോകാമെന്ന്. ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. നേരിട്ട് പറഞ്ഞ് നമുക്ക് പോയി എന്തെങ്കിലും ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും ചിട്ട് വരാമെന്നും പറഞ്ഞ് ബേക്കറി കയറി. പിന്നെ നിങ്ങൾ കണ്ടല്ലോ എന്തൊക്കെയായിരുന്നു അവിടെ അതിന് മുന്നേ ഉള്ള ക്ലിപ്പും. പക്ഷെ വാപ്പായും ഇച്ചുമോളും ഇല്ലായിരുന്നു. വാപ്പ ജോലിക്ക് പോയതുകൊണ്ട് വരാൻ പറ്റിയില്ല. ഇച്ചുമോൾ ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് വന്നില്ല. പക്ഷെ ഇച്ചുമോളുടെ സർപ്രൈസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ സർപ്രൈസ് കിട്ടുന്നത്. ഇനി വരാനുണ്ട്. എന്തൊരു ഒരു സർപ്രൈസും കൂടെ വരാനുണ്ട്. അതെന്തൊരു സർപ്രൈസ്? വരുമ്പം കാണാം. ഇന്നല്ലേ ബർത്ത്ഡേ, ഇനി എന്ന് വരാനാ? സമയത്ത് എത്താൻ പറ്റിയില്ല. ഇച്ചുമോള് വരുമോ? അപ്പോൾ വരുമ്പം കണ്ടാൽ മതി. എന്തോ ഉടായിപ്പുണ്ട്. ഉമ്മയ്ക്ക് അറിയോ എന്തുവാന്ന്? അതറിയാം. എന്തുവാണോ എന്താ ഇനി എന്തുവായാലും ആ സർപ്രൈസ് വരുമ്പോഴത്തേനും അത് കാണിച്ചു തരാം കേട്ടോ. എന്തായാലും ഇതിനൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു ഈ ഒരു സർപ്രൈസ്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. അതുപോലെ തന്നെ ആ സർപ്രൈസ് കഴിഞ്ഞിട്ട് ഉമ്മിയുടെ വക എനിക്ക് ഷാർജയും സാൻഡ്വിച്ചും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തില്ലെന്ന് തോന്നുന്നു. കൂട്ടുകാരെല്ലാവരും കൂടെ കഴിച്ചുകൊണ്ട് പിന്നെ എടുത്തില്ല.
ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നുകൊണ്ട്. അതുപോലെ ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെയും കൂടെ ബർത്ത്ഡേയാണ്. 2 ദിവസം ജനിച്ചത്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ക്ലിപ്പ് എടുക്കാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. എടുത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം. എടുത്തിട്ടില്ല. ഈ വീഡിയോ തന്നെ ഞാനല്ല എടുത്തത്, നിങ്ങൾ മുന്നേ കണ്ട ക്ലിപ്പ്. ഒരെണ്ണം അയ്യോ ഹെരിയുണ്ട് നല്ല ഒരെണ്ണമെങ്ങാണ്ട് തന്നെ എടുത്തിട്ടുള്ളൂ. സർപ്രൈസ് കണ്ടപ്പോൾ വീഡിയോ എടുക്കാനുള്ള ആ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. ഇനിയും ഞാൻ ഇതുപോലുള്ള സർപ്രൈസൊക്കെ പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഇപ്പോൾ ഈ മച്ച് പറഞ്ഞ സർപ്രൈസ് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അങ്ങനെ സർപ്രൈസ് ഉണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. എക്സാമൊക്കെ ആയിക്കൊണ്ട് ഈ ഒരു ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു, ഒരിക്കലും. കഴിഞ്ഞ ബർത്ത്ഡേക്ക് എനിക്ക് സർപ്രൈസ് എനിക്ക് ഇപ്പം വാപ്പ വന്നു വിട്ടതാ. അതുപോലെ സർപ്രൈസ് കിട്ടിയിട്ടില്ലെന്നല്ല, കഴിഞ്ഞ ബർത്ത്ഡേക്ക് എനിക്ക് സർപ്രൈസ് കിട്ടിയായിരുന്നു കേട്ടോ. അന്ന് ഇച്ചുമോൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം രാത്രി 12 മണിക്ക് ഇച്ചുമോൾ കേക്ക് ഉണ്ടാക്കി എനിക്ക് തന്നു. അങ്ങനെ 12 മണിക്ക് കറക്റ്റ് കൊണ്ടുവന്ന് കട്ടിയൊക്കെ ചെയ്തായിരുന്നു. അപ്പോഴത്തേനും അപ്പം കഴിഞ്ഞ ബർത്ത്ഡേക്ക് സർപ്രൈസ് കിട്ടിയായിരുന്നു കേട്ടോ. പക്ഷെ അതിൻ്റെ അപ്പോഴൊന്നും ചാനലില്ലായിരുന്നു, അതുകൊണ്ട് ആ വീഡിയോ ഒന്നും ഇല്ലാത്തത്. പാപ്പ ഇല്ലായിരുന്നു അല്ല, അതുകൊണ്ട് ഉമ്മ സർപ്രൈസിൻ്റെ കഥയൊക്കെ പാപ്പാക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇനിയിപ്പം ഫിനിഷ് ആക്കി. അപ്പോൾ ഗീസ് ഇനിയിപ്പം ചോറ് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് മധുരം ആവണമല്ലോ. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്തതിൻ്റെ ബാക്കി കേക്ക് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മക്കിനി അത് കഴിക്കാം. ചെറിയൊരു പാട്ടും കൂടെ ഉള്ളത് ഇന്ന് തീരാറായപ്പോഴേ വീഡിയോ എടുക്കുന്ന ആരും ഓർത്തു. ഫുഡ് കണ്ടു കഴിഞ്ഞാൽ എല്ലാം മറക്കും. കൊള്ളാം കേസ്, നല്ല സൂപ്പർ കേക്കായിരുന്നു. അതുപോലെ ഞാൻ പെട്ടെന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെ കാര്യം മറന്നു. കേക്കിൻ്റെ ഫോട്ടോ എടുത്തില്ല, വേറെ ഒരു ഫോട്ടോ എടുത്തില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇച്ചുമോൾ ഉണ്ടാക്കിയ കേക്കായിരുന്നു എനിക്ക് സർപ്രൈസ് വന്നത്. അതും എക്സ്പെക്റ്റ് ചെയ്യാതെ കിട്ടിയതാണ്. എൻ്റെ ഇച്ചുമോടെ ബർത്ത്ഡേ ഒരേ മാസമുണ്ട്. ഫെബ്രുവരി 9-നാണ് ഇച്ചുമോടെ ബർത്ത്ഡേ. ഇത്താടെ ബർത്ത്ഡേ ഫെബ്രുവരി 24 എൻ്റെ ബർത്ത്ഡേ. എന്നാലും കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഇച്ചുമോളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുപോലെ വാപ്പായും ഇല്ലായിരുന്നു. അപ്പം ഇപ്പോഴാണ് വന്നത്. പിന്നെ അപ്പം വീട്ടിൽ വന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഡൗട്ട് അടിക്കുമല്ലോ, അതുകൊണ്ടായിരിക്കും പുറത്ത് വെച്ച് അങ്ങനെ ആക്കിയത്. ഇപ്പം അതെന്തായാലും ഫിനിഷാക്കി വരാം. അപ്പോൾ ഗീസ് ഇത് പിറ്റേന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ബർത്ത്ഡേ ആ വീഡിയോൻ്റെ പിറ്റേന്നത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇന്നലെ ഞാൻ അങ്ങനെ ഒന്നും എടുത്തില്ലായിരുന്നല്ലോ. അപ്പോൾ ഇന്നലെ ആ ഒരു സർപ്രൈസ് ഉള്ള സമയത്താണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തതും. അതുകൊണ്ട് അപ്പോൾ ഇന്ന് വിചാരിച്ച് ഇന്നത്തെയും കൂടെ വീഡിയോ എടുത്ത് രണ്ടും കൂടെ ഒരുമിച്ചിടാമെന്ന്. അപ്പം ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം ഫ്രണ്ട്സൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവരിപ്പം വരും. അപ്പം അതൊക്കെയായിരിക്കും ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ ഇപ്പം ഞാൻ രാവിലെ എണീറ്റ് പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ തിന്നു കേട്ടോ. ഞാൻ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല. എന്നത്തെയും പോലെ അപ്പമായിരുന്നു. അപ്പവും പിന്നെ കിഴങ്ങേറിയായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ വീഡിയോ എടുക്കുന്ന ഞങ്ങൾ വിട്ടുപോയതാണ് ഒന്നാമത്തെ കാര്യം. അപ്പം ഇനിയിപ്പം അവർ വരും. എന്നിട്ട് ഉമ്മച്ചി അതുപോലെ ബിരിയാണിയൊക്കെ ആക്കുന്നുണ്ട് കേസ്. അപ്പം അതായിരിക്കും കേട്ടോ ഉച്ചക്കത്തെ നമ്മുടെ ഫുഡും. അപ്പം ഇന്നലെ ഒന്നും അത്ര സെറ്റാക്കാൻ പറ്റിയില്ല, എക്സാമും കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ടും ഇന്നലെ അങ്ങോട്ടൊന്നും ആക്കിയില്ല. അതുകൊണ്ട് ഇന്നായിരിക്കും അങ്ങനെയെല്ലാം. അപ്പം
നൈസ് അത് കഴിഞ്ഞ് അവരൊക്കെ വന്നപ്പോഴത്തേനും നമ്മൾ 2 ഡാൻസ് ഷൂട്ട് ചെയ്യാൻ ഗൈസ് ഇന്നത്തെ നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ് ഇതാണ് കേട്ടോ. നല്ല ചൂട് ബിരിയാണി, ഫ്രൈഡ് റൈസ് വന്നപ്പം തൊട്ട് നല്ല പ്രാക്ടീസ് ബിരിയാണി, ചോറ്, ചെയ്തായിരുന്നു. വൈകിട്ടൊക്കെ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവസാനം എങ്ങനെയൊക്കെയോ അതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്കൂടെ ഉമ്മച്ചിയുടെ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ആക്കും ബിരിയാണി ആയിരുന്നു കേട്ടോ ഉച്ചയ്ക്കും. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ് ഈ ദം ചെയ്യുന്നത്. അപ്പം അത് കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഉച്ചക്കത്തെ ഫുഡ് ഇതായിരുന്നു കേട്ടോ, ബിരിയാണിയും പിന്നെ ബീഫ് കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയായിരുന്നു കേട്ടോ ഉച്ചക്കത്തെ നമ്മുടെ ഫുഡ്. അപ്പോൾ ഗൈസ് നമ്മൾ ഡാൻസ് വീഡിയോ എടുത്തതാണ് കേട്ടോ. ക്ഷീണിച്ച് നമ്മൾ മൂന്നുപേരും കൂടെ 2 ഡാൻസ് എടുത്തതാണ് കേട്ടോ. അതിനെ സെപ്പറേറ്റ് ഒരു 2 ഷോർട്സ് ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും പോയി കാണണേ. എത്ര ടേക്ക് എടുത്തെന്നറിയോ? അപ്പം ഞാൻ പോയി കുറച്ച് വെള്ളം കുടിക്കും കേട്ടോ. നല്ല ചൂട് ബിരിയാണിയും കറിയും സലാഡും പപ്പടവും കൊട്ട വെയിലത്ത് നിന്ന് നമ്മൾ വീഡിയോ എടുത്തത് ഫുഡായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് കൊള്ളായിരുന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നു. അവിടെ ബീഫ് കറിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് കഴിക്കാം കേട്ടോ. അതുപോലെ ഫ്രണ്ട്സൊക്കെ അവർ പോയി. അവരിപ്പം ഇപ്പോഴല്ല, കുറച്ച് മുന്നേ പോയിട്ട് ഒരു 4 മണിയൊക്കെ ആയപ്പം പോയി. നല്ല രസമായിരുന്നു കേട്ടോ. ഇന്നലെ വരാനായിരുന്നു പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഇന്നലായിരുന്നു. അപ്പോൾ ഇന്നലെ എക്സാമും കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ട് എല്ലായിരുന്നു ബർത്ത്ഡേ. അപ്പോൾ ഇത് ഇന്നത്തെയും കൂടി വ്ളോഗാണ് കേട്ടോ. ഞാൻ നാളെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്, എനിക്കറിയത്തില്ല. അപ്പം ഇന്നലത്തെയും 24-ാം തീയതി 25-ാം തീയതിയിലത്തെയും വ്ളോഗാണ് കേട്ടോ ഇത്. ഉമ്മച്ചിയുടെ ബിരിയാണി സൂപ്പറാണ്. പ്രത്യേകിച്ച് ബീഫ് ബിരിയാണി സൂപ്പറാണ് കേട്ടോ. പിന്നെ നമ്മളത് ബിരിയാണി ആയിട്ടല്ലായിരുന്നു, ഫ്രൈഡ് റൈസ് പോലെ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. സലാഡും ചോറും സോഫ്റ്റ് ഒരു പീസ് ബീഫും കുറച്ച് പപ്പടവും കൂടെ വെച്ചിട്ട് എല്ലാം കൂടെ കൂട്ടി ഇടയ്ക്കിടയ്ക്ക് ഞാൻ കട്ട് ചെയ്താണ് കേട്ടോ എടുക്കുന്നത്. സ്റ്റോറേജിൻ്റെ ആ ഒരു ഇത് ഉണ്ട്. ഇന്ന് കുറേ വീഡിയോ എടുത്തതുകൊണ്ട് ഫുള്ളായി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോസ് ചെയ്തിട്ട് ആവും. എന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഞാനിപ്പോൾ എന്തായാലും ഇത് ഫിനിഷ് ആക്കിയിട്ട് വരാം കേട്ടോ. എടുക്കാനുള്ള സമയം ഇതില്ലടി.